ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കരുണ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്നും മഹാലക്ഷ്മിയെ തള്ളി താഴെയിട്ടു എന്നറിയുന്ന പ്രതാപനും മുത്തശ്ശിയും ഞെട്ടിവിറയ്ക്കുന്നു. നീ എന്തിനാ മോളെ ഇങ്ങനെ ചെയ്തതെന്നും ഞങ്ങളോടുകൂടി ആലോചിച്ചിട്ട് എല്ലാം മതിയായിരുന്നില്ലേ? ഇനിയിപ്പോൾ മാർക്കോയോ പോലീസോ ആരൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനും മുത്തശ്ശിയും ഭയപ്പെടുമ്പോൾ ജയിലിൽ പോയി കിടക്കുന്നത് കമലേശ്വരത്തെ വീട്ടുപണികൾ ചെയ്യുന്നതിനേക്കാൾ ഭേദമാണെന്നും മഹാലക്ഷ്മിക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെടണം, അവൾ ആ കണ്ണൻ്റെ വീൽചെയറും തള്ളി കാലം കഴിച്ചു കൂട്ടണം, അല്ലാതെ അവൾ കുഞ്ഞിനെയും എടുത്ത് സന്തോഷിക്കുന്ന മഹാലക്ഷ്മി എനിക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ചെയ്തതിൽ ഒരു കുറ്റബോധവും ഇല്ല എന്ന് തന്നെ കരുണ പറയുന്നുണ്ട്. പിന്നീട് പ്രതാപനാണെങ്കിൽ എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ ഒരു മടിയുമില്ല എന്നും, പക്ഷെ നമ്മുടെ മോള് ജയിലിൽ കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുമോ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് പ്രതാപനും മുത്തശ്ശിയും വിഷമിക്കുന്നു. പിന്നീട് കമലേശ്വരത്തെത്തുന്ന മഞ്ജുവിനോട് മഹിയുടെ അവസ്ഥയെക്കുറിച്ച് ദുർഗയും ഉണ്ണിയും ചോദിക്കുമ്പോൾ ആ രാക്ഷസിയെ ഇനി വീട്ടിലേക്ക് കയറ്റരുതെന്നും, പിന്നെ നിങ്ങൾക്കൊക്കെ സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഏട്ടത്തിക്കോ കുഞ്ഞിനോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും, കരുണ ഇനി ഈ വീട്ടിലേക്ക് മടങ്ങി വന്നാൽ അവൾക്ക് ഏട്ടത്തി കൊടുത്ത ശിക്ഷയേക്കാൾ ഭീകരമായിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. പിന്നീട് ഹോസ്പിറ്റലിൽ മഹിയെ കാണാനെത്തുകയാണ് മോഹിനി. കരുണയുടെ അച്ഛൻ സമനില തെറ്റിയ സമയത്ത് വാമദേവൻ കൊലപാതകിയാണെന്ന് വിളിച്ചു പറഞ്ഞു എന്നും, അയാളാണ് പ്രതാപനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഏറെ താല്പര്യം കാണിച്ചത്. ഞാനൊരിക്കൽ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൂടുതലൊന്നും പ്രതാപൻ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കരുണയുടെ മുത്തശ്ശി പ്രതാപൻ്റെ വായ പൊത്തിപ്പിടിച്ചു എന്നും മോഹിനി കണ്ണനെ അറിയിക്കുന്നു. അവർ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അടുത്ത സുഹൃത്തുക്കളായിരുന്നില്ലേ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഈ വിവാഹം തന്നെ നടന്നതെന്ന് മോഹിനിയും പറയുന്നുണ്ട്. ഏതായാലും അതിൻ്റെ സത്യാവസ്ഥ തേടി കണ്ണൻ പ്രതാപനെ ചികിത്സിച്ച് ഡോക്ടറെ കാണാനായിട്ട് പോകുന്നുണ്ട്. പ്രതാപനെ എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്നും അയാളെ ഇവിടെ കൊണ്ടുവന്നത് വാമദേവൻ എന്നൊരാളാണെന്നും, അയാളെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് വാമദേവൻ കൊലപാതകയാണെന്ന് അയാൾ വിളിച്ചു പറഞ്ഞിരുന്നു എന്നും, മനസ്സിന് താളം തെറ്റിയ ഒരാൾ പറയുന്നത് സാധാരണ ഞങ്ങൾ വിശ്വസിക്കാറില്ല, പക്ഷെ പിന്നീട് അയാളുടെ അർത്ഥബോധാവസ്ഥയിൽ അയാളോട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചു എന്നും, തുടർന്ന് മഹാലക്ഷ്മിയെ വേലക്കാരിയായിട്ടാണ് കണ്ടിരുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം പ്രതാപൻ അബോധാവസ്ഥയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡോക്ടർ കണ്ണനെ അറിയിക്കുന്നുണ്ട്. നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്ന വാമദേവൻ ഒരു കൊലപാതകം ചെയ്തു എന്നാണല്ലോ നിങ്ങൾ വിളിച്ചു പറഞ്ഞത്, അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അതെ എന്നാണ് അയാൾ മറുപടി തന്നതെന്നും, കണ്ണൻ്റെ അച്ഛനെ കൊലപ്പെടുത്താനായിട്ട് എനിക്ക് കൊട്ടേഷൻ തന്നത് അയാളാണെന്നും പ്രതാപൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡോക്ടർ കണ്ണനെ അറിയിക്കുന്നു. അങ്ങനെ സത്യങ്ങൾ അറിയുന്ന കണ്ണൻ്റെ രക്തം തെളിച്ചു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് ഡോക്ടറോട് കണ്ണൻ സത്യം വെളിപ്പെടുത്തുന്നു. എൻ്റെ അച്ഛനെയാണ് വാമദേവനും പ്രതാപനും കൂടി അരുംകൊല ചെയ്തതെന്നും, പ്രതാപനാണ് എൻ്റെ അച്ഛനെ കൊന്നത് എന്നറിഞ്ഞപ്പോൾ അയാളുടെ മകളിലൂടെ ഞാൻ അയാൾക്ക് ശിക്ഷ നൽകാൻ തീരുമാനിച്ചു. പക്ഷേ ആ ദേഷ്യത്തിന് അയാളുടെ മകൾ ഗർഭിണിയായ എൻ്റെ ഭാര്യയെ മുകളിലത്തെ നിലയിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടു. അമ്മയോ കുഞ്ഞോ രക്ഷപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ ഡോക്ടർമാർ ഒരു ഉറപ്പും തന്നിട്ടില്ല. അയാളുടെ മകളുടെ കണ്ണീരാണ് ഇനി പലതവണയായിട്ട് അയാൾക്ക് കാണേണ്ടി വരും. ഇനിയാണ് പ്രതാപനും വാമനും ഒക്കെ കേസ് പറഞ്ഞ് മുടിയാൻ പോകുന്നത് എന്നും കണ്ണൻ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. ഇത്രയും നാൾ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും പ്രതാപനെതിരെ കണ്ണൻ കേസൊന്നും കൊടുത്തിരുന്നില്ല. മാത്രമല്ല തൻ്റെ അച്ഛൻ കണ്ണേട്ടനോട് ചെയ്ത കൊടും ക്രൂരതയ്ക്ക് ഒരു പശ്ചാത്താപം എന്നുള്ള രീതിയിൽ കണ്ണനും മഹാലക്ഷ്മിയും തരുന്ന ഒരു ശിക്ഷയെല്ലാം സ്വീകരിച്ച് കരുണയ്ക്ക് നന്നാവാനുള്ള ഒരു ചാൻസാണ് കരുണയായിട്ട് തന്നെ ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. അങ്ങനെ കരുണ മര്യാദക്കാരിയായി കഴിഞ്ഞാൽ കണ്ണനാണെങ്കിൽ കരുണയോട് മാത്രമല്ല പ്രതാപനോടും ക്ഷമിക്കാനായിട്ട് തയ്യാറാവുമായിരുന്നു. പക്ഷെ അതിനിടയിലാണ് മഹിയെ താഴേക്ക് തല്ലിയിട്ട് വലിയൊരു കൊടും ക്രൂരത തന്നെയാണ് കരുണയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല അന്ന് കണ്ണൻ കരുണയ്ക്കും ഒരു വാണിംഗ് കൊടുത്തതാണ്, നിൻ്റെ അച്ഛൻ ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ 20 വർഷത്തെ കോമ്പൻസേഷൻ ഞാൻ ആവശ്യപ്പെടുമെന്നും, കോടികൾ നിൻ്റെ അച്ഛൻ എനിക്ക് തരേണ്ടി വരുമെന്നും ഒരു വാണിംഗ് പോലെ അന്ന് കണ്ണൻ പറഞ്ഞിരുന്നു. അതൊന്നും ഓർക്കാതെയാണ് കരുണയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു കൊടും പാപം ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല വാമനാണ് കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ള കാര്യം പ്രതാപനും മുത്തശ്ശിക്കും കരുണയ്ക്കും ഒക്കെ അറിയാമായിരുന്നു. അതും അവർ കണ്ണനിൽ നിന്നും മറച്ചു വയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം ഓർത്തിട്ട് കണ്ണൻ്റെ ആ ഒരു പ്രതികാരം ഇപ്പോൾ ഇരട്ടിയായിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കണ്ണൻ പോലീസിൽ പ്രതാപനെതിരെയും വാമനെതിരെയും കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. പ്രതാപനെതിരെ കോടതിയിൽ മൊഴി നൽകാനായിട്ട് മഹാലക്ഷ്മിയും അതുപോലെ തന്നെ വാമനെതിരെ മൊഴി കൊടുക്കാനായിട്ട് ഡോക്ടറും ഇപ്പോൾ ഉണ്ട്. അങ്ങനെ കണ്ണൻ്റെ കംപ്ലൈൻറ്റ് കിട്ടിയതിനെ തുടർന്ന്
പോലീസ് കരുണാലയത്തിലെത്തുന്നു. പോലീസിനെ കാണുമ്പോൾ തന്നെ ഭയന്ന് വിറയ്ക്കുന്നുണ്ട് കരുണ. ഇതുവരെ ജയിലിൽ പോകേണ്ടി വന്നാലും ശരി, മഹാലക്ഷ്മിയുടെ കുഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞിരുന്ന കരുണ പോലീസിനെ കാണുമ്പോൾ തന്നെ ധൈര്യമെല്ലാം ചോർന്നു പോകുന്നുണ്ട്. പ്രതാപനും മുത്തശ്ശിയാണെങ്കിലും പോലീസിനെ കണ്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. അവർ കരുതിയിരിക്കുന്നത് കണ്ണൻ പരാതി കൊടുത്തതിനനുസരിച്ച് കരുണയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് വന്നിരിക്കുന്നു എന്നാണ്. തുടർന്ന് മോൾ അകത്ത് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട് കരുണയെ മുറിയിലേക്ക് പറഞ്ഞു വിടുന്നു. തുടർന്ന് പ്രതാപനും മുത്തശ്ശിയും ചെന്ന് എസ്ഐയുടെ അടുത്ത് നിന്ന് കാര്യം തിരക്കുന്നുണ്ട്. അപ്പോൾ കരുണയെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു എന്നാണ് അവർ കരുതിയിരിക്കുന്നത്. തുടർന്ന് എൻ്റെ മോളെ കൊണ്ടുപോകരുത്, അവൾക്കൊരു കയ്യബദ്ധം പറ്റിയതാണെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ തൻ്റെ മകളെയല്ല തന്നെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. തനിക്കെതിരെ കമലേശ്വരത്തെ കണ്ണൻ പോലീസിൽ കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്. 20 വർഷങ്ങൾക്ക് മുൻപാണ് താനാണ് കണ്ണൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നത് എന്നുള്ളൊരു അതിൻ്റെ എല്ലാ എവിഡൻസും സഹിതമാണ് കണ്ണൻ തനിക്കെതിരെ കംപ്ലൈൻറ്റ് തന്നിരിക്കുന്നത്. അന്ന് തെളിവ് കിട്ടാതെ കിടന്ന കേസാണ് ഇപ്പോൾ തുമ്പുണ്ടായിരിക്കുന്നത്. പിന്നെ തൻ്റെ മകളും അധികം വൈകാതെ തന്നോടൊപ്പം അവിടെ എത്തുമെന്നും SI പറയുന്നുണ്ട് കേട്ടോ പ്രതാപനോട്. അങ്ങനെ പോലീസ് പ്രതാപനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. പ്രതാപനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച കണ്ട് തകർന്ന തരിപ്പണാവാണ് കരുണയും മുത്തശ്ശിയൊക്കെ. ശേഷം പ്രതാപനെ സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ട്. എന്നിട്ട് അന്നത്തെ ലോറി കേസിലെ എല്ലാ പ്രതികളും അറസ്റ്റിലായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ SI. അപ്പോൾ ഈ ഒരു സമയത്താണ് ജയിലിൽ കിടക്കുന്ന വാമദേവനെയും പ്രതാപൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ സത്യങ്ങളെല്ലാം കണ്ണൻ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന കാര്യം പ്രതാപൻ തിരിച്ചറിയുന്നുണ്ട്. തുടർന്ന് മുഖ്യപ്രതിയായ വാമനോടൊപ്പം കൂട്ടുപ്രതിയായ പ്രതാപനെയും ജയിലിൽ അടയ്ക്കുന്നുണ്ട്. തുടർന്ന് നിങ്ങൾ 2 പേരെയും കോടതിയിൽ ഹാജരാക്കുമെന്നും ഇനി നിങ്ങൾ പുറം ലോകം കാണും എന്നുള്ള കാര്യത്തിൽ സംശയമാണെന്നും കണ്ണൻ തന്നെ നിങ്ങൾക്കെതിരെ കോടതിയിൽ ഹാജരാകും എന്നെല്ലാം SI പറയുന്നത് കേട്ട് പ്രതാപനും വാമദേവനും ഷോക്കാവുന്നുണ്ട്. അങ്ങനെ അവർ പേടിച്ചതുപോലെ ആ ഒരു ദിവസത്തിലേക്ക് കാര്യങ്ങളെല്ലാം എത്തിച്ചേർന്നിരിക്കുകയാണ്. തൻ്റെ മകൾ ഒറ്റൊരുത്തിയാണ് ഇതിനെല്ലാം കാരണക്കാരി. അവൾ പൊടിക്കൊന്ന് അടങ്ങിയിരുന്നെങ്കിൽ കണ്ണനൊന്നും അറിയാമായിരുന്നില്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വാമൻ പ്രതാപനെ കുറ്റപ്പെടുത്തുന്നു. തുടർന്ന് മഹാലക്ഷ്മിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കരുണയും ഉടനെ നമ്മളോടൊപ്പം ഇവിടെ എത്തൂ എന്ന് വാമൻ പറയുന്നത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. പിന്നീട് പ്രതാപനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ആലോചിച്ച് നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുന്നുണ്ട് കരുണ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ കരഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. ഞാനും പ്രതാപനും പലതവണ നിന്നോട് പറഞ്ഞതല്ലേ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും മുന്നിൽ ഒന്ന് താണു കൊടുക്കാൻ. എന്നിട്ട് എൻ്റെ മകനെ ജയിലിൽ കയറ്റിയപ്പോൾ നിനക്കിപ്പോൾ സമാധാനമായോടി? നീ തന്നെയാണ് നിൻ്റെ അച്ഛനെ ജയിലിലേക്ക് പറഞ്ഞു വിടാൻ കാരണക്കാരി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. പക്ഷേ മുത്തശ്ശിക്കാണെങ്കിൽ പ്രതാപനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയൊരു ആ ഒരു സംഭവം ഒട്ടും താങ്ങാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ മുത്തശ്ശി അവിടെ തളർന്നു വീഴുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഞെട്ടിക്കുന്ന തിരിച്ചടികൾ തന്നെയാണ് കരുണയ്ക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്